ഓഡിയോ ലോഞ്ചിങ്ങിനായിട്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. യദു ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ സുധീർ CB അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്കത് സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ കുറച്ച് സ്ട്രഗിളിലൂടെയാണ് ഈ പടം പൂർണ്ണമായിരിക്കുന്നത്. അത് ഇതിലുള്ള എല്ലാവർക്കും അത് അറിയാം. എന്നിരുന്നാലും വളരെ എനർജറ്റിക്കായിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ സുധീർ ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ചിത്രം. അപ്പോൾ ഈ ചിത്രത്തിൽ സനീഷ് മേലേപ്പാട്ട് എന്നൊരു നായകനെ നമ്മൾ ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പാർത്ഥിബ് കൃഷ്ണ സുധീറിൻ്റെ മകനാണ്, വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവനെയും ഈ മലയാള സിനിമയ്ക്ക് നമ്മൾ ഈ ചിത്രത്തിലൂടെ സമ്മാനിക്കുകയാണ്. പിന്നെ ഇതിലെ നായിക ഭദ്ര, ഇതിലെ കഥാപാത്രത്തിനനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു കുട്ടീനെ കിട്ടി. അപ്പോൾ ഭദ്ര ഈ പടത്തിലെ നായികയാണ്. ഭദ്രയെയും ഞാൻ ക്ഷണിക്കുന്നു. പിന്നെ ഇതിൽ ഞങ്ങളുടെ ഒരു ഭാഗമായി ഈ പടത്തിൻ്റെ ഒരു എനർജിയായി നിൽക്കുന്ന അഷ്കർ ഈ പടത്തിൽ അത് സിനിമ കാണുമ്പോൾ അറിയാം. അപ്പോൾ അഷ്കറിനെ സ്വാഗതം ചെയ്യുന്നു. പ്രധാനമായ കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സുധീരേട്ടൻ, പിന്നെ നന്ദേട്ടൻ, ശിവജിയേട്ടൻ, റിയാസ് ഖാൻ ഒക്കെ വളരെ നല്ലൊരു വേഷം ചെയ്ത് ഈ ചിത്രത്തിനെ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നുകൂടിയ എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ ഇവരോടൊപ്പം തന്നെ ഹാർദവമായി ക്ഷണിക്കുന്നു. പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള മീഡിയ, അവരെ ഞാൻ ഈ ഓഡിയോ ലോഞ്ചിങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പാട്ട് മില്ലീനിയാണ് എടുത്തിരിക്കുന്നത്. മില്ലീനിയ സജീവന് വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് മ്യൂസിക് ഡയറക്ടർ മോഹൻ സിത്താര, ഗോകുൽ പണിക്കർ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, അങ്ങനെ പ്രമുഖരായിട്ടുള്ള ഇവിടെ വന്നിരിക്കുന്ന ഈ സിനിമയുടെ ഭാഗമായ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ എന്നെക്കാളും കുറച്ചധികം പറയാനുള്ളത് പ്രൊഡ്യൂസറായ സുധീറിനാണ്. അപ്പോൾ നമ്മുടെ ഇനിയും എന്ന ഈ സിനിമയെ എല്ലാവരും ആ സിനിമ വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വശവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. ഞാൻ പിന്നെ അതിൻ്റെ ഈ രൂപം കണ്ടിട്ട് നിങ്ങളൊരു നിർമ്മാതാവെന്നൊന്നും പറയില്ല. കാരണം വെച്ചാൽ അങ്ങനെയുള്ളൊരു അവസ്ഥയില്ല. ഞാനൊരു സാധാ കൃഷിക്കാരനാണ്. അങ്ങനെ പറഞ്ഞു കേൾക്കാനാണ് എനിക്ക് താല്പര്യം. ഈ ഇനിയും എന്ന പടത്തിൻ്റെ സോങ് പിന്നെ ട്രെയിലർ ഇതിൻ്റെ ഇറക്കണ ഒരു കാര്യമാണല്ലോ നടക്കണം ഇവിടെ. അപ്പോൾ അതിൽ വന്ന ഈ മുൻനിരയിലിരിക്കുന്ന എല്ലാ പ്രമുഖ നടന്മാർ, വിശിഷ്ട വ്യക്തികൾ, അവർക്കും വന്നിരുന്ന എല്ലാ പ്രമുഖർക്കും
ഞാൻ ആദ്യമായി എൻ്റെ താല്പര്യം എത്തിച്ചേർന്നതിൽ അവരോട് എൻ്റെ ഇഷ്ടം അറിയിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ട് എനിക്ക് ഇതിനോട് ഒരു നന്ദി പറയാനുണ്ട്. അത് ഗുരുവായൂരപ്പൻ്റെ അടുത്താണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഈ സ്റ്റേജ് വരെ എത്തിച്ചതിൽ അദ്ദേഹത്തിന് ഒരുപാട് എന്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ വിളിക്കാറുള്ളത് ഏത് ധർമ്മസങ്കടം വരുമ്പോഴും. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ആദ്യമായ നന്ദി. പിന്നെ എൻ്റെ അച്ഛനാണ്. ഒരു വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ പോയി നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ, എന്താ മോനെ നീ വിഷമിക്കേണ്ട, ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൊടുത്ത് നീ അത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റിയപ്പോൾ അത് മുഴുമിപ്പിക്കാൻ എനിക്ക് പറ്റി. ഈ കാര്യങ്ങൾ എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, കുട്ടികളുണ്ട്, നിങ്ങൾ ശരിക്കും ഇരിക്കുക, കരയുമ്പോൾ എനിക്ക് കരച്ചിൽ വരും ഉള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു ഇതായാലും ഇങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റിയത് അതിൽ സന്തോഷമുണ്ട് എനിക്ക്. പഠനം വേണ്ട പിന്നെ ഇതില് ഞാൻ തന്നെ തിരക്കഥയൊക്കെ ചെയ്തിരിക്കുന്നത്. കഥ എൻ്റെ ഒരു അനുഭവപ്പെട്ട കഥ തന്നെയാണ്. മുഴുവനായിട്ടും എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന മീഡിയ, പിന്നെ യൂട്യൂബേഴ്സ് എല്ലാവരും ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കണം എന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു മാരത്തോൺ പോക്കാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഞാനുള്ള എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. അത് ഇതിൻ്റെ വിജയത്തിലേക്ക് വേണ്ടി എല്ലാവരും ഉണ്ടാവണം എന്നുള്ളൊരു അപേക്ഷ ഞാൻ നിങ്ങളെ എല്ലാവരും മുമ്പിൽ വയ്ക്കുന്നു. എല്ലാവരും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സാന്ദ്ര വളരെ മനോഹരമായി സംസാരിച്ചു. ഏതായാലും സാന്ദ്രയുടെ നാവ് പൊന്നാവട്ടെ. സന്തോഷം. എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വേദി പുതിയതാണ്. അപ്പം ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്തുന്നത് സനീഷ് മിലേപ്പാട്ട്. ശരിക്കും പാലക്കാടാണ് സ്ഥലം. കൊച്ചി വന്നത് 11 വർഷത്തോളമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സിനിമ എൻ്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ പണ്ട് ശ്രമിച്ച സമയത്തൊന്നും നടന്നില്ല. പിന്നീട് ജോലിയും പ്രൊഫഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിലൊരു അവസരം വന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല, ദൈവം വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ പഠിച്ചു, ചെന്ന് കണ്ടു, സംസാരിച്ചു. കോൺഫിഡൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. ശരി, ചെയ്യാം, പറ്റുന്ന രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. പുതിയൊരു അനുഭവം തന്നെയായിരുന്നു സിനിമ എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞു വന്നത്, കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പോകുന്നില്ല. വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷമാണ് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. ആദ്യമായി സർവേഷനോട് നന്ദി പറയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇത് ഒരു കഥ, ഒരു സിനിമ ആവുക എന്നുള്ളത്, എനിക്ക് ആക്ച്വലി സിനിമയായിട്ടൊരു ബന്ധം എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി സിനിമ കാണുക മാത്രമായിരുന്നു എനിക്ക് സിനിമയുള്ള ആകെ ഒരു ബന്ധം. പക്ഷെ ഇപ്പോൾ ഇത് ഒരു ആദ്യത്തെ സിനിമ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ, ചാലഞ്ചസ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. ഇതിന് എത്ര ആളുകളുടെ പ്രയത്നമാണ്, എത്ര ആളുകളുടെ സമർപ്പണബോധമാണ്, അർപ്പണബോധം, സമർപ്പണം, അവരുടെ എഫേർട്സ്. അപ്പോൾ ഇത്തരത്തിൽ അതൊരു യാത്ര തന്നെയാണ്. ഒരു കഥ നല്ലൊരു സിനിമയാവണമെങ്കിൽ അത് വലിയൊരു യാത്ര തന്നെയാണ്. അപ്പോൾ ഈ യാത്രയിൽ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി, ഈ യാത്രയിൽ ഇനിയും എന്ന സിനിമയുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഇന്ന് ഈ സിനിമ, ഇനിയും എന്ന സിനിമ ഇന്ന് ഈ വേദിയിൽ ഇത്തരത്തിലൊരു ഫംഗ്ഷൻ നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ മനസ്സ് തുറന്ന് ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു ആളെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ, നിഷ്കളങ്കനായ തന്നെ പറയണം, നമ്മുടെ പ്രിയങ്കരനായ നിർമ്മാതാവ് ശ്രീ സുധീർ സിംഗ്.
അദ്ദേഹത്തെ ഈ വേദിയിൽ വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമ ഒരു കഥ നല്ലൊരു സിനിമയായി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ച വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ബഹുമാനനും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഒരാളായി നമ്മുടെ ഒപ്പം ജോലി ചെയ്ത നമ്മുടെ ഡയറക്ടർ ശ്രീ ജീവ സർ, അദ്ദേഹത്തെ ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പരിമിതിക്കുള്ളിൽ വളരെയധികം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ സിനിമ എന്ന കഥ മാത്രം പോരാ, നമ്മൾ കഥ പറഞ്ഞാൽ പോരാ, നമ്മൾ ക്യാമറ കണ്ണിലേക്ക് നമ്മൾ ഒപ്പിയെടുക്കണ്ടേ. അപ്പം അതിന് ഓരോ ക്യാരക്ടേഴ്സിനെയും ഓരോ വിഷ്വൽസിനെയും വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ച നമ്മുടെ ഛായാഗ്രാഹകൻ, നമ്മുടെ DOP ശ്രീ കനകേട്ടൻ. ഒരുപാട് ആളുകളുടെ പേര് പറയാനുണ്ട്, അപ്പോൾ എല്ലാ പേരും ഒരുമിച്ച് തരില്ല, ആരെങ്കിലും വിട്ടുപോയി ക്ഷമിക്കണം. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ഷറഫുദ്ദീൻ, അതേപോലെ തന്നെ ഒട്ടനവധി ആളുകൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ അഭിനേതാക്കളായിട്ടുള്ള ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് മലയാള സിനിമയിലെ പ്രൊഫസറായിട്ടുള്ള അഭിനേതാക്കൾ നമ്മുടെ നിലവിൽ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. റിയാസ് സാർ, അഷ്കർ സാർ, സുധീർ സാർ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പേര് കൈലാഷ് സാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ നമ്മളെ ജോലി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ബൈജുകൂട്ടൻ എന്നും ഭയങ്കര രസമായിരുന്നു. ബൈജുകൂട്ടൊക്കെ ഒപ്പം വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ വലിയൊരു അനുഭവങ്ങൾ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ സംഗീതം നിർവഹിച്ചത് മോഹൻ സിത്താര സാർ, ചന്ദ്രശേഖരൻ സാർ, നന്ദകിഷോറായിട്ട് ഒരുപാട് ആളുകളുണ്ട്. പേരുകൾ ഒരുപാട് ഇനി വിട്ടുപോകും. പിന്നെ കൂടെ നമ്മുടെ ഇത് സാങ്കേതികമായി നമ്മളെ സംയോജിപ്പിച്ച നമ്മുടെ പ്രൊഡക്ഷൻ, ഫുഡ് തന്നിട്ടുള്ള ആളുകൾ, ആർട്ട്, കോസ്റ്റ്യൂം, ലൈറ്റ്സ്, സൗണ്ട്, DI, അതുപോലെ ക്യാമറ ടീം, വെഹിക്കിൾ, ഡ്രൈവേഴ്സ് വരെ എന്നോട് പല സജഷൻസും പറയും. ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ട്, ഈവൻ കൊല്ലംകോട്ട് ഷൂട്ടുള്ള സമയത്തൊക്കെ കൊല്ലംകോട്ട് പൊള്ളാച്ചി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്നോട് പറയും സോങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, എന്നിട്ട് കുറച്ച് രജനീകാന്തിൻ്റെ ഒക്കെ വീഡിയോസ് കാണിച്ചത്. അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ റെഫർ ചെയ്യാനാണ് ആളുകൾ. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ ഈ കാര്യത്തിൽ സഹായിച്ചത്. അതുപോലെ അസോസിയേറ്റ്സ് ജയരാജ്, ശാശ, അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റ്, ചാർമിള മാഡം. അപ്പം എന്തായാലും ഇതൊക്കെ വലിയൊരു അനുഭവം തന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇന്നത്തെ അസത്യവും അധാർമികതയും നിറഞ്ഞ ഈ ലോകത്ത് സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും മാർഗത്തിൽ നടന്ന കുറച്ച് വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറെ ചലഞ്ചസ്, അവർ ഫേസ് ചെയ്ത ഒരുപാട് ചലഞ്ചസ്, അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന, പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഇനിയും. തികച്ചും കുടുംബ പ്രേക്ഷകർക്ക് അവരെ സ്വാധീനിക്കുന്ന തരത്തിൽ, കുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമ. സത്യം പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം നമ്മുടെ ഗൃഹാതുരത്തൊക്കെ എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഒതുങ്ങി കഴിഞ്ഞു. അപ്പം നമുക്ക് ആ 2 മണിക്കൂർ 2.25 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കുറേ ഗൃഹാതുരത്വം, അതുപോലെ മലയാള മനസ്സിൻ്റെ നന്മ, ഇതെല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്കത് കാണാൻ സാധിച്ചു. ഓരോ സമയത്തും നമ്മൾ ആ ഷൂട്ടിൻ്റെ ഇടയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്കൊരു അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ അവിടുന്ന് പഠിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ സുധീരേട്ടൻ പറഞ്ഞ പോലെ നല്ലൊരു കർഷക കുടുംബത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സിനിമയിൽ പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർ വളരെ നല്ല സിനിമയായിരിക്കും. ഞാൻ കൂടുതൽ വാക്കുകൾ തിരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ സിനിമ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഇനി അങ്ങോട്ട് എന്താണെന്നും എനിക്കറിയില്ല. പക്ഷെ ആഗ്രഹമുണ്ട്. സിനിമ ആഗ്രഹിച്ച് വന്നതല്ല. പക്ഷെ ഇപ്പം ഒരു പടം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ജോലിയൊക്കെ രാജിവെച്ച് സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു വ്യത്യാസങ്ങളുണ്ടാവും പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സഹകരണം വേണം, എല്ലാവരുടെയും സപ്പോർട്ട് വേണം, പ്രാർത്ഥനകൾ വേണം. ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ പ്രതീക്ഷിച്ച വിജയം എത്തിക്കാനായിട്ട് എല്ലാ ആളുകളും, ഇത് കാണുന്ന ആളുകൾ ആരും, എല്ലാവരും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും we are expecting your all support. Thank you. ഹായ്, എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം. എൻ്റെ പേര് ഭദ്ര, തൃശ്ശൂർക്കാരിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ട് നായികയായിട്ട് വരുന്നതിൻ്റെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു മൂമെൻ്റാണ് ഈ ഒരു നിമിഷം. ഞാൻ ആദ്യം തന്നെ എന്നെ ഇനിയും എന്ന സിനിമയിലേക്ക് സെലക്ട് ചെയ്ത സുധീർ സാറിനും അതുപോലെ ജീവ സാറിനും ഇവർ പരിചയപ്പെടുത്തി കൊടുത്ത ജിജു ചേട്ടനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും എന്ന സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച മോഹൻ സിത്താര സാറിൻ്റെ സോങ്ങും അതുപോലെ തന്നെ ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ശ്രീനിവാസൻ സാറിൻ്റെ സോങ്ങിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനവും അതുപോലെ സന്തോഷവുമുണ്ട്. പിന്നെ ഇനിയും എന്ന സിനിമയിൽ ഞാൻ ആദ്യമായി നായികയാവുമ്പോൾ അതിൻ്റേതായ ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു.
എന്നാലും ഒരുപാട് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത, ഇനി മൂവിയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഒരു പാർത്ഥിബ് കൃഷ്ണൻ. ഞാൻ ഇനിയും സിനിമയിൽ ദത്തൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ അഷ്കർ സദൻ സാറിൻ്റെ ചെറുപ്പമാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് എൻ്റെ അച്ഛനോടാണ് പറയാനുള്ളത്. ഈ സിനിമയ്ക്ക് വേണ്ടി കുറേ സ്ട്രഗിളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഈ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ പറയും, അച്ഛൻ്റെ ഓരോ സങ്കടങ്ങളെയും ഷെയർ ചെയ്യും. അപ്പോൾ എനിക്കാകെ ഇങ്ങനെ ഇമോഷണലി, പക്ഷെ ഞാൻ അച്ഛനോട് പറയും, ഇമോഷണൽ ആവണ്ട, നമുക്കിത് പറ്റും, അങ്ങനെ പറ്റി എല്ലാം കൊണ്ട് ഇവിടം വരെ എത്തി. ഇനി നമ്മൾ കുറച്ച് ഈ റിലീസ് ആവാനുള്ള സമയങ്ങളിലേ വേണ്ടു. അപ്പം എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡയറക്ടർ സാർ, ജീവ സാർ, പറയാനുള്ളത് നന്ദി. പിന്നെ നമ്മുടെ സിനിമ പറഞ്ഞ ടീം, ഇനിയുമുള്ള ടീം, അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ശരിക്കും അഭിനയിക്കാൻ പറ്റിയത്. ഫസ്റ്റ് ഞാനിങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഫുൾ ഫിയർ തന്നെയായിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് അഭിനയിക്കൊന്നും പറ്റണമെന്നില്ല. ഓരോ സീന് ടേക്കൊക്കെ എടുക്കുമ്പോൾ കുറേ ടേക്കൊക്കെ പോകാറുണ്ട്. പക്ഷെ അവരുടെ സപ്പോർട്ടാണ്, അവർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ പേടിപ്പിക്കാണ്ട് ചെയ്യാൻ പറഞ്ഞ് സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റിയത്. ബാക്കി എല്ലാം നിങ്ങളെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ച്, അപ്പോൾ എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സിനിമയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഫാമിലി എൻ്റർടൈനർ പടമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു കഷ്ടപ്പാടുണ്ട്, പക്ഷേ അതിനേക്കാൾ ഒരുപാട് ഈ സിനിമ ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് ഇതിൻ്റെ നിർമ്മാതാവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു റിയലായിട്ടൊരു സത്യസന്ധത ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വലിയ സൂപ്പർ താരങ്ങൾ എന്നതിനപ്പുറത്ത് നല്ലൊരു കണ്ടൻറ്റും അത്യാവശ്യം ഭേദപ്പെട്ട മേക്കിങ്ങും പുതിയതായി എന്തെങ്കിലും സിനിമയിലുണ്ടെങ്കിൽ പ്രേക്ഷകരത് ഉറപ്പായിട്ടും സ്വീകരിക്കും. ഈ സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ 10 ഇരട്ടിയായിട്ട് നേടാൻ കഴിയട്ടെ. പടം ഗംഭീരമാവട്ടെ. എല്ലാവർക്കും ആശംസകൾ. ഞാൻ അപ്പോൾ ട്രെയിലറിൽ ലോഞ്ച് ചെയ്യുന്നു. താങ്ക് യു. മികച്ചതായി മാറുമെന്ന് വിശ്വസിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറെ പ്രിയപ്പെട്ട ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. റിയ സേട്ടൻ, സുധീർ, അഷ്കർ എല്ലാം ഉള്ള അടുത്ത സുഹൃത്തുക്കളാണ്. പിന്നെ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും എന്നോടൊപ്പം ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള കനകരാജാണ്. കനകരാജിൻ്റെ ഒരു അതിഗംഭീരമായ വർക്കാണ്, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ സിനിമ ഉറപ്പായും നല്ലതാവും. പ്രാർത്ഥനകൾ. താങ്ക് യു. ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ. ഇനിയും സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആൻഡ് ട്രെയിലർ ലോഞ്ച്, അത് എന്താ പറയുക, ഞാൻ സ്റ്റേജിൽ എവിടെ ചെന്നപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ കണ്ട് അദ്ദേഹത്തെ സംസാരിച്ച വളരെ സങ്കടം തോന്നിയ ഒരു നിമിഷമാണ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എല്ലാവരും കഷ്ടപ്പെട്ടാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട ഒരു പടം അദ്ദേഹം ചെയ്തതിൽ ഒരുപാട് നന്ദി. അതിൽ എനിക്കൊരു മെയിൻ കഥാപാത്രം ചെയ്യാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും. പ്രൊഡ്യൂസറുടെ ആഗ്രഹമായിരുന്നു ഞാൻ ഈ കഥാപാത്രം ചെയ്യണമെന്ന്. അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതുപോലെ എല്ലാവരും നന്ദി. താങ്ക് യു. എന്താണ് ഭയങ്കര സൈലന്റ്, എല്ലാവരും എന്താ ഭയങ്കര ഇമോഷൻ? അതൊക്കെ നടന്നു പോകും. അതൊക്കെ ഒരു ഭാഗമല്ലേ. സന്തോഷം, ഭയങ്കര സന്തോഷമായ നിമിഷങ്ങളാണ്, സന്തോഷമായ ഒരു സ്റ്റേജാണത്. ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൽ, ഇത്രയും വലിയൊരു സ്ക്രീനിൽ നിങ്ങൾ നമ്മുടെ സനീഷിൻ്റെയും ഹീറോയിൻ്റെയും ഒക്കെ ഫോട്ടോ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞൊരു ഭയങ്കര രസമുള്ള കാര്യമല്ലേ, അല്ലേ? ഭയങ്കര ഹാപ്പി മൂമെൻ്റ് അല്ലേ ഇതൊക്കെ. സോ സങ്കടങ്ങളൊക്കെ വിട്ടുകളയുക. അതൊക്കെ വരും പോകും, നമ്മളത് ഫേസ് ചെയ്യും. ഇതൊക്കെ കടന്ന്, ഇതൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇനിയും സിനിമ പോലെ ഇനിയും കുറേ പടങ്ങൾ പ്രൊഡ്യൂസർ ചെയ്യട്ടെ. ഈ ജീവ സാർ കുറേ പടങ്ങൾ ചെയ്യട്ടെ. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്, ഗ്രേറ്റ് സക്സസ് ഈ പടത്തിന് വേണ്ടി.
ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ടു സനീഷ്. സനീഷ് ഭയങ്കര ടാലൻറ്റഡ് ഒരു അസ്പയറിങ് ആക്ടറാണ്. സോ ഭയങ്കര ഗ്രാസ്പിംഗ് പവറുള്ള ഒരു ആക്ടറാണ് സനീഷ്. സോ സനീഷിനോട് വർക്ക് ചെയ്യാൻ പറ്റിയ എനിക്ക് ഐ എം വെരി ഹാപ്പി വർക്കിംഗ് വിത്ത് സനീഷ്. അതുപോലെ പടത്തിലെ ഹീറോയിൻ വെരി ഫോട്ടോജനിക്, ആ കഥാപാത്രത്തിന് കറക്റ്റായിട്ടുള്ള ഒരു ഹീറോയിനാണത്. ഐ തിങ്ക് തമിഴിൽ കുറേ ഹോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു തമിഴ് സിനിമയിൽ ഹീറോയിന്. അങ്ങനെയുള്ള എല്ലാ ടെക്നീഷ്യൻസ്, ഈ പടത്തിന് വർക്ക് ചെയ്ത എല്ലാവരും ഈ പടത്തിന് വേണ്ടി കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പാടുപെട്ടിട്ടുണ്ടെന്ന് പറയുന്നില്ല, ഇറ്റ്സ് ആ വേർഡ് മറന്നളയാ. അവനെ അഷ്കർ, ഞാൻ അപ്പം എത്ര പടമായി അഷ്കർ നമ്മളുടെ അഭിനയിച്ച്? ഒരു 100 പടമായ. സുധീറുണ്ട്, സുധീർ എൻ്റെ സുഹൃത്തുണ്ട്, സുധീറും ഞാനും കുറേ പടങ്ങളായി. അതേപോലെ ഈ പടത്തിലും സുധീറും ഞാനും ഉണ്ട്. ആൻഡ് ഇന്നത്തെ കഥാനായകൻ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചാണ്. സോ ദ മ്യൂസിക് ഡയറക്ടർ ഈസ് ഇന്നത്തെ ഇവിടുത്തെ കഥാനായകൻ. സോ ഓഡിയോ ലോഞ്ച് കൂടിയാണ്. ട്രെയിലർ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതേപോലൊരു വലിയ സിനിമാ തിയേറ്ററിൽ ജനം നിറഞ്ഞ് ഈ സിനിമ കണ്ട് സൂപ്പർ ഹിറ്റായിട്ട് ഇങ്ങനെ വലിയൊരു കൈയടി സിനിമയ്ക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാലമായി എന്നല്ല, കുറേ കാലമായി ഇങ്ങനെ ഫങ്ഷനിലൊക്കെ പോയിട്ട്, പ്രത്യേകിച്ച് സിനിമകളുടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പഴയ ആളായതുകൊണ്ടായിരിക്കും ഒരുപാട് ഗ്യാപ്പ് വന്നു. ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇനിയും എന്ന സിനിമ ചെയ്യുന്നത്. ഇതിൽ 5-6 പാട്ട് റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞാണ്. പിന്നെ അറിയാലോ, എഡിറ്റിങ് അല്ലെങ്കിൽ സീൻസൊക്കെ കറക്റ്റ് വരുമ്പോൾ ചിലപ്പോൾ പാട്ടുകളൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ 2 പാട്ടുകളാണ് ഈ സിനിമയിൽ ഉള്ളത്. പേരിന് ഗോകുലിൻ്റെ പാട്ട് ഞാൻ കണ്ടിരുന്നു. അസലായിട്ടുണ്ട് കേട്ടോ, ഒരുപാട് എന്താ പറയുക, ഉയരങ്ങളിലേക്കട്ടെ. അതുപോലെ ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട്, ഒരു താരാട്ടാണ്. താരാട്ട് പുറത്തൊരു പാട്ട്, ഏങ്ങുണ്ടിയാണ് ഇതിൻ്റെ ലിറിക്സ്. അറിയാലോ, ഒരു പാട്ടിന് നന്നാക്കുന്നത് അതിൻ്റെ വരികളാണ്. പ്രത്യേകിച്ചും തുടക്കം ഉള്ള വരികൾ ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളൊക്കെ പെട്ടെന്ന് ഹിറ്റാകും. അത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. രാരി തത്തെ എന്നാണ് തുടങ്ങുന്നത്. അതിന് തന്നെ ഒരു ക്യാച്ചിങ് ആണ്, സാധാരണക്കാരിലേക്ക് എത്തുന്നൊരു വാക്കുകളാണ്. അതുപോലെ തന്നെ സുധീർ, അതുപോലെ ജീവ, അവർ 2 പേരും ഇതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സുധീർ. എന്നോട് സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പാട്ടാണല്ലോ കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് സുധീർ വന്ന് സബ്ജക്റ്റൊക്കെ പറഞ്ഞു. അന്ന് ഭയങ്കര ഹാപ്പിയിലായിരുന്നു. റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞു. പിന്നീട് പടം പകുതിയായി, അപ്പോഴേക്കും പാട്ട് കൊടുക്കേണ്ട സമയമായി. സുധീർ വന്നു. സുധീറിൻ്റെ ഫേസൊക്കെ വല്ലാതായി പോയിരിക്കുന്നു. അതിനുശേഷം ഞാനിതിനകത്ത് 1-2 സീൻ വെറുതെ ഒരു രസത്തിന് വേണ്ടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും അദ്ദേഹത്തെ കാണുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എല്ലാ സിനിമകളും ചെയ്യുമ്പോഴും മിക്ക പ്രൊഡ്യൂസേഴ്സിനും അല്ലെങ്കിൽ 60% പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ അവസ്ഥ അങ്ങനെ ആയിപ്പോകും. പ്രത്യേകിച്ച് സുധീർ ഒരു പാവമാണ്, വളരെ 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 ഇന്നസെൻ്റാണ്. ദൈവം മാത്രമാണ് സുധീറിൻ്റെ മനസ്സിൽ മുഴുവനും, ദൈവം, ഫാമിലിയും. അങ്ങനെയുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഈ സിനിമയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അതുപോലെ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും പുതിയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ പലരും പുതിയ ആളുകളാണെന്ന് തോന്നില്ല. അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുപോലെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഓരോ സീനും
അതുപോലെ ഓരോ ഷോട്ട്സും ക്യാമറമാനൊക്കെ അതിഗംഭീരമായിട്ട് ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ജീവയുടെ രണ്ടാമത്തെ ഫിലിമാണത്. ജീവ എന്താ പറയുക, ഒരു വലിയ ഡയറക്ടർ ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും ഈ സിനിമയ്ക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇതിലുള്ള ടെക്നീഷ്യൻസിനെയും അഭിനയിക്കുന്നവരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇനിയും എന്ന സിനിമയുടെ കാരണക്കാരനായ സുധീരേട്ടൻ, ഈ സിനിമ സംവിധാനം ചെയ്ത സുഹൃത്തായിട്ടുള്ള ജീവ, ഈ സിനിമയോടൊപ്പം നല്ല മനസ്സുമായിട്ട് നിന്നിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ, മോഹൻ സിത്താര എന്ന് പറയുന്ന വലിയ സംഗീത സംവിധായകന്റെ കീഴിൽ ഒരുപാട് പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻ സിത്താര എന്ന നാമം ആദ്യം നമ്മൾ കേൾക്കുന്നത് ഒരു താരാട്ട് പാട്ടിലൂടെയാണ്. ഈ സിനിമയിലും ഒരു താരാട്ട് പാട്ടാണ് എനിക്ക് എഴുതാൻ എന്നെ അനുവദിച്ചത്. വളരെ സന്തോഷം തോന്നി. ആ കഥ കേട്ടപ്പോഴേക്കും ഉള്ളിൽ തട്ടുന്ന ചില മുഹൂർത്തങ്ങളുണ്ടെന്ന് തോന്നി. ഒരു അമ്മയുടെ തേങ്ങലാണ് എൻ്റെ പാട്ടിൻ്റെ വിഷയമായിരുന്നത്. അതെനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലവരല്ലേ നമ്മൾ, നല്ല കാലം വരും. സുധീട്ട, വളരെ ശക്തമായ മനസ്സുമായിട്ട് നിൽക്കുക. നല്ല മനസ്സുള്ള ആളുകളൊക്കെ നല്ല വഴിയിലൂടെ സഞ്ചരിച്ച് നല്ലവരാവട്ടെ, നന്നാവട്ടെ. സന്തോഷം. മോനേട്ട, ശ്രുതി ബെന്നി നന്നായിട്ട് ആലപിച്ചൊരു പാട്ട് കൂടിയാണ്. ശ്രുതി ഒന്നുമില്ല. സോറി, ഞാൻ ശ്രുതിയെ പറ്റി പറയാൻ മറന്നുപോയിട്ടോ. വളരെ ഗംഭീരമായി ശ്രുതി പാടിയിട്ടുണ്ട്. കാരണം ഒരു പാട്ടിനെ നന്നാക്കുന്നത് ആ ഗായകനോ ഗായികയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനം അതിലും ഗംഭീരമായി പാടുമ്പോഴാണ് ആ പാട്ട് നന്നാവുന്നത്. അപ്പോൾ ഒരു പാട്ട് നന്നായിട്ടുണ്ട് മോളെ കേട്ടാ. ഓക്കെ ഓക്കെ. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇത് ഒരു. എല്ലാവർക്കും നമസ്കാരം. ഡ്രാക്കുളയായിട്ട് വന്നിട്ട് പീഡിപ്പിച്ചെന്നാ പറഞ്ഞു. പേടിപ്പിച്ചു. ഇനിവേ, സത്യം പറഞ്ഞാൽ ഒരു ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ചിനേക്കാളൊക്കെ അപ്പുറം ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. നമ്മളെല്ലാം നമ്മുടെ സുധീരേട്ടൻ കരയിപ്പിച്ചു. അദ്ദേഹത്തിന് ഗുരുവായൂരത്തിന്റെ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ പടം ഭയങ്കര ഹിറ്റാവട്ടെ, നന്നായിട്ട് വരട്ടെ. ഒരിക്കലും ആ മനുഷ്യന്റെ മനസ്സ് ഗംഭീരമാണ്. ഇതുപോലെ ഒരു സുധീരേട്ടനേ ഉള്ളൂ. ഏതായാലും ജീവചേട്ടൻ അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് സിനിമ കടന്നുപോയത്. കഴിഞ്ഞ ദിവസം എന്നെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പടത്തിന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ ഉണ്ടാവും ചേട്ടാ. കാരണം ഒരു സിനിമയിൽ അഭിനയിച്ച് പോന്നിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ കൂടെ അത് തിയേറ്ററിലെത്തി അത് വിജയിപ്പിക്കുന്നവരെ ഒരു കൂടെ നിൽക്കുക എന്നുള്ളതൊരു ഏതൊരു ആക്ടറിനെ സംബന്ധിച്ച് അത് ആവശ്യമാണ്, അനിവാര്യമാണ്. തീർച്ചയായിട്ടും സിനിമയുടെ കൂടെ ഉണ്ടാവും. സൂപ്പർ ഹിറ്റ് ആക്കിയിട്ട് ആവട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പാട്ടിഷ്ടായോ? ശരിക്കും യാദൃശ്ചികം എന്ന് പറയുന്ന ഒരു വാക്ക് ഈ സിനിമയിൽ വളരെയധികം ഇഴചേർന്ന് നിൽക്കുന്നൊരു വിഷയമാണ്. നിമിത്തം, ഈശ്വരാധീനം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്.
ഞാൻ സത്യത്തിൽ ഈ വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്ന് ഞാൻ എപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക. കാര്യം ഒരു ട്രെയിൻ യാത്രയുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കൊങ്കൺ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്, കുറച്ച് നേരം ഒരേ സ്പീഡിൽ തന്നെ പോവുക. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ട്രെയിൻ നമുക്കൊരു താളം തരും, നമുക്കൊരു ശ്രുതി തരും. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ആ സമയത്ത് പറ്റില്ല, ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, റേഞ്ച് ഉണ്ടായിരിക്കില്ല, ഒന്നുമില്ല. അപ്പോൾ കുടിച്ചു വെച്ച ഒരു ഗ്ലാസ് ചായയുടെ ഒരു കപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു, പോക്കറ്റിലൊരു പേനയുണ്ടായിരുന്നു, അതിലെഴുതി കൂട്ടി വെച്ച ഒരു 4 വരി, 8 വരി, എത്ര ഉള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കൊങ്കൺ റിലീസ് കഴിഞ്ഞ് എത്തേണ്ട സ്ഥലത്തെത്തി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പേപ്പർ നമ്മളെ സ്വഭാവം ഉണ്ടല്ലോ, എടുത്ത് കളയുന്ന പോലെ എടുത്ത് കളഞ്ഞു. പിന്നെ അതിനെക്കുറിച്ചൊരു ഓർമ്മയില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ കിടന്നപ്പോൾ ആകെ ഒരു വട്ടം മാത്രമേ എഴുതിയിട്ടുള്ള ഈ പാട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പോകേണ്ടി വരും. ആ 8 വരി, ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വരി പോയിട്ട് ഒരു വാക്ക് പോലും പിന്നെ കിട്ടുന്നില്ല. തമിഴില് തീരെ വശമില്ല പറയാം. അങ്ങനെയുള്ള ഒരാൾ ഞാൻ തമിഴിലൊരു പാട്ട് എഴുതുകയാണ്. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ട്രെയിൻ യാത്രയ്ക്ക് ഇടയിൽ വെച്ചിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള അടുത്തൊരു 8 വരി, 8 16 വരിയാണ് ഈ പാട്ടിനാക്കൂടി ഉള്ളത്. ഇവിടെ വന്നപ്പോൾ ആ കഷ്ണം പേപ്പർ ഇതുവരെ ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്യാനിരിക്കുമ്പോഴായാലും റീ റെക്കോർഡ് ചെയ്യുന്ന സമയത്തായാലും എപ്പോഴും ഞാൻ എവിടെയും അത് എഴുതി വെച്ച് നോക്കി പാടിയിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അവർക്കൊക്കെ കുഴപ്പമില്ല, നല്ല ഈണായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എന്താ കുഴപ്പമില്ല എന്നൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മളെ സജീവേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഞാനൊരു ദിവസം പോയിട്ട് വെറുതെ ഒരു ശ്രുതി വെച്ചു കൊടുത്തിട്ട് ആ ശ്രുതിയിൽ റെക്കോർഡ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഞാൻ സജീവേട്ടനോട് ആകെ കൂടി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ട്രെയിനിന്റെ ബീറ്റ്, ഇങ്ങനെ ഒരു ബീറ്റ്, ഇത് മാത്രമേ എനിക്കൊരു ക്യൂ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ പാട്ട് ഒന്നുകൂടി വീട്ടിൽ പോയിട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ കേട്ടോ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൊത്തം ആ ട്രെയിനിന്റെ ശബ്ദമായിരിക്കും. നിങ്ങളത് ഇനി രണ്ടാമത്തെ ആവർത്തി കേൾക്കുമ്പോൾ ഞാനതാണ് എനിക്കിപ്പോൾ സംസാരിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ടുള്ള വലിയ അഡ്രസ്സൊന്നുമില്ല. അപ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് ഒരു അഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അതിൽ അഡ്രസ്സ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ചേച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയാം, ഈ പാട്ടൊന്നും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കണം. പിന്നെ പറയാലോ, സജീവേട്ടൻ അതിനൊരു ജീവൻ കൊടുത്തു. പിന്നെ മലയാളം നമ്മളെ നാട്ടിൽ തൃശ്ശൂർ ഒരു സ്റ്റുഡിയോയിൽ ഞാൻ ഈ പാട്ട് പാടിയിടുമ്പോൾ എനിക്കറിയില്ല, അത് തേടി ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു തമിഴ് പാട്ടിന് വേണ്ടി ഒരാൾ അന്വേഷിച്ചു വരുന്നു. അല്ലെങ്കിൽ അത് എനിക്ക് ചിലപ്പോൾ അത് വേണമെങ്കിൽ ഒരു പക്ഷേ ആൽബാക്കായിരുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ വെറുതെ പാടിയിടായിരുന്നു, വാട്സപ്പിൽ കുറച്ച് സ്റ്റാറ്റസ് ഇട്ട് വയ്ക്കായിരുന്നു. ചിലപ്പോൾ ആ ജന്മം അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ജീവൻ അതോടുകൂടി കഴിഞ്ഞേനെ. നേരത്തെ പറഞ്ഞ യാദൃശ്ചികം, നിമിത്തം എന്നൊക്കെ പറയുമ്പോൾ സുധിയേട്ടൻ സംസാരിച്ച അതിൻ്റെ ബാക്കിയിട്ട് പറയുകയാണ്. ശരിക്കും ദൈവം അനുഗ്രഹിച്ച ഒരു വേദിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സിനിമയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെടുമ്പോൾ ഈ സിനിമയുടെ പോലെ തന്നെ ഈ പാട്ടുകളും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. സാറിൻ്റെ പാട്ടൊക്കെ അസാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു ഗംഭീരമായിട്ട് ആലോചിച്ചിട്ടുണ്ടാവട്ടെ. അത് എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു കൈയടി കൂടി കൊടുക്കണം കേട്ടോ. ശരിക്കും സജീവേട്ടൻ, അതുപോലെ തന്നെ സുധീരേട്ടൻ, പിന്നെ ഇതിന് ജീവൻ എഴുതിയിട്ടുള്ള എല്ലാ വ്യക്തികളോടും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഞാൻ ഈ പാട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം, പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ഞാൻ എഴുതി, ഞാൻ കമ്പോസ് ചെയ്തു, ഞാൻ പാടി, അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു അറിയപ്പെട്ടത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, തമിഴ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാളം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന നമ്മുടെ ശ്രീനിവാസൻ സാർ ഈ പാട്ട് പാടി എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. അപ്പൊ സാറിന്റെ അഭാവത്തിൽ സാറിന് ഞാൻ നന്ദി പറയണം. ഒരു 4 വരി പാട്ടുണ്ട് ഞാൻ പാടേണ്ട ഒരു സന്തോഷത്തിന് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി. കാണാമൽ കാണും നേരം നെഞ്ചിടിക്ക പാർത്ത அந்த നേരം മുതൽ കണ്ണിൽ തുടിക്ക சில சமயம் மனமறியாமல் கவிதையாய் பார்த்ததுன்னே உனக்கும் எனக்கும் காணாமல் தூரம் இருந்தால் கூட அது ஒன்றும் பரவாயில்லை கண்மணி, அது ஒன்றும்
പരവായില്ല കൺമണി കൺകൾ രണ്ടും കാണതിയെ ഇതുവരെ കൺകൾ രണ്ടും பேசதியே இதுவரை யார் மற்றும் தெரியாது இதுவரை ஊர் மற்றும் புரியாது இதுவரை இரவும் பகலும் உளுந்து மறைந்தேன் உனக்காக தேடி வந்தேன் கண்மணி உனக்காக தேடி வந்தேன் കൺമണി. താങ്ക് യു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇതിൽ പാടാനായിട്ട് അവസരം തന്ന ലെജൻഡറി മ്യൂസിക് ഡയറക്ടറായ മോഹൻ സിത്താര സർ, വരികൾ എഴുതിയ ഗുണ്ടിയൂർ ചന്ദ്രശേഖരൻ സർ, ഈ ഫിലിമിൻ്റെ ഡയറക്ടർ ജീവ സർ, താങ്ക് യു സോ മച്ച്. പ്രൊഡ്യൂസർ സുധീർ സർ, എനിക്കെന്താ പറയണ്ടതെന്ന് അറിയില്ല. ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യം എൻ്റെ ഒരു റീല് കണ്ടിട്ടാണ് മോഹൻ സിത്താര സാർ വിളിക്കുന്നത്. അപ്പം ആദ്യം ഒന്ന് പാടി നോക്കാം, സ്റ്റുഡിയോയിലേക്ക് വരൂ, തൃശ്ശൂർ സാറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാടി നോക്കി. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് സാറ് പിന്നെയും ഒരു കോള് വരാണ് അപ്പയ്ക്ക്. അപ്പോൾ പറയാണ് നമുക്കിതൊന്ന് ഷൂട്ട് ചെയ്യണം, അപ്പോൾ പാടിയ പാട്ട് ഫിലിമിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമായി ഇത് കേട്ടപ്പോൾ. പിന്നെ ഈ ഫിലിമിന് എല്ലാവിധ സക്സസ്സും എല്ലാ വിശ്വാസവും നേരുന്നു. പിന്നെ എൻ്റെ പാരൻസ് വന്നിട്ടുണ്ട്, സിസ്റ്റർ, എൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. എനിക്കെന്താ പറയേണ്ട അറിയില്ല. താങ്ക് യു സോ മച്ച്. ഫിലിമിലുള്ള എല്ലാവരോടും ഒരുപാട് താങ്ക് യു പറയാണ്. ഫിലിം ഒരു വലിയൊരു സക്സസ് ആയിട്ട് മാറട്ടെ. എല്ലാ പ്രേയേഴ്സും എല്ലാ വിഷസും. താങ്ക് യു സോ മച്ച്. പാട്ടിൻ്റെ ഒരു 4 വരി പാടുകയാണ്. മായാതെന്നും കണ്ണിൻ പൊന്നായി കരളിൻ കനിയേ വിരിയാ മലരേ തിരുനാളമായമ്മ പൊന്നേ പൊന്നാര കൊഞ്ചലുമായി നീ എന്നോരം വന്നില്ലല്ലോ രാരിത്തത്തെ നെഞ്ചിൻ മുത്തേ രാരിരാരോ. പള്ളിയിലെ അച്ഛനായിട്ട് അഭിനയിച്ച് ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തില് അമ്പലവാസിയായി മാറി. അപ്പൊ എന്തായാലും അത് എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവയുടെ മറ്റൊരു സിനിമ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്, അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹമായിട്ട് എനിക്ക് മുമ്പേ ബന്ധമുണ്ട്. എന്തായാലും ഈ ഇനിയും എന്ന പേര് ഒരു കാലത്തും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇനിയും നന്നായി അഭിനയിക്കൂ, ഇനിയും നന്നായി പഠിക്കൂ,
ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ, ഇനിയും നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഈ സിനിമ ഒരു വമ്പൻ വിജയമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ട്രെയിലറും പാട്ടും ഒക്കെ കണ്ട് വളരെയധികം സന്തോഷമായി. കാരണം എല്ലാം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പടത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് കാരണം ഇതിൻ്റെ ഡയറക്ടർ ജീവസാർ തന്നെയാണ്. ജീവസാറിൻ്റെ ശക്തമാർക്കിട്ട് എന്ന പടത്തിൽ ഒരു ഗ്രൂപ്പ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ഏറ്റവും പ്രാധാന്യനായ സുധീരേട്ടനെ പരിചയപ്പെട്ടു. സുധീരേട്ടൻ നമ്മളൊരു പ്രൊഡ്യൂസറിനെ പോലെയല്ല ഞങ്ങൾ പെരുമാറുന്നതും ഞങ്ങൾ അങ്ങോട്ടും കൂടെ സംസാരിച്ചിരുന്നതും. കാരണം സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ സംസാരിച്ചിരുന്നതും പെരുമാറുന്നത്. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരോടും നല്ല രീതിയിൽ മാത്രം സംസാരിച്ചിരുന്ന ഒരാളാണ്. എന്തായാലും ഇനിയും എന്ന ഈ സിനിമ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 2025 എല്ലാവർക്കും എത്രത്തോളം നല്ലതായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ 2026 ഇനിയും എന്ന സിനിമയിലൂടെ നമ്മൾ എല്ലാവരും നന്മകൾ മാത്രം വരട്ടെ, നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പറ്റില്ലെങ്കിലും ഒരുപാട് പ്രാവശ്യം ഈ രാജ്യത്തെ കേൾക്കുമ്പോഴും മനസ്സിൽ വളരെ ഭയങ്കര ഒരു വല്ലാത്ത ഫീലാണ്. കണ്ണ് നിറഞ്ഞു എപ്പോഴും കേട്ടാലും. ഇപ്പോഴും ശ്രുതി പാടിയപ്പോൾ ഭയങ്കര ഒരു ഫീൽ ഉണ്ടായി. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തത്. പിന്നെ മഴയത്തും വെയിലത്തും ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞങ്ങൾ നേടിയെടുത്തതാണ് ഈ സിനിമ. അപ്പോൾ പിന്നെ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് സജീവിക്കാണ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. പിന്നെ ഞാൻ വന്നപ്പോൾ സുധീർ സാറിനെ കണ്ടു. സുധീർ സാർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നമ്മളെ കൂടെ ചേർന്ന് നിന്ന് എല്ലാ കാര്യത്തിനും ഒരു മാറ്റിവെക്കാതെ എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ നിന്ന് ഒപ്പം നിന്ന സാറാണ് സുധീർ സാർ. വളരെയധികം താങ്ക്സ് സാർ, ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിന്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കുറേ സിനിമ ചെയ്തെങ്കിലും എനിക്ക് എത്രയും നല്ലൊരു വേഷം ശക്തമായിട്ടുള്ളൊരു പാട്ടിലും എല്ലാത്തിലും കിട്ടിയത് എനിക്ക് ഇനിയും എന്ന് പറഞ്ഞ മൂവിയാണ്. അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്ന് ഞാൻ പറയും എൻ്റെ ലൈഫിൽ. പിന്നെ ജീവേട്ടൻ ഒരുപാട് നമ്മളെ കൂടെ ചേർന്ന് നിന്ന് പല കാര്യങ്ങളും നമുക്ക് എന്താ പറഞ്ഞു തന്ന് എല്ലാത്തിനും നമുക്ക് മഴയത്തും വെയിലത്തും ഒപ്പം നിന്ന് നമ്മുടെ കൂടെ നിന്ന് ഞങ്ങൾക്കൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ ഈ സിനിമ എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് പോയിട്ട് പിന്നെ അങ്ങനെയല്ല, എല്ലാവരും കോൺടാക്ട്സ് ഉണ്ടായിരുന്നു പരസ്പരം. അവസാനം വരെയും ഇത് കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും പരസ്പരം ഭയങ്കര കരച്ചില്ലായിരുന്നു. കാരണം ആ ഒരു ഫാമിലി ആയിരുന്നു ഞങ്ങൾ. ഇപ്പോഴും ആ ഫാമിലി തന്നെ ഞങ്ങൾ അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നത്. ഇതിനകത്തുള്ള പാട്ട് പിന്നെ സനീഷ്, എൻ്റെ നായകൻ സനീഷ് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നെങ്കിലും അത് തോന്നുകയില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടായിരുന്നു സനീഷിൻ്റെ ഓരോ ചുവടുവയ്പും. ഇതിനകത്ത് ഞങ്ങൾ അതിശയത്തോടെ നോക്കി നിന്നതായിരുന്നു. അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ഫിലിം അഭിനയിക്കുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരാളെ. പിന്നെ കൂടെ നിന്ന് എല്ലാവരും സുധീർ ചേട്ടനായിരുന്നാലും നമ്മുടെ അഷ്കറിൻ്റെ അമ്മയായിട്ടാണ് ഞാൻ 2 കാലഘട്ടം കാണിക്കുന്നത്. സുധീർ സാറിൻ്റെ മകൻ പാർത്ഥിബ് ചെറിയ പ്രായത്തിൽ, അതും ഈ അഷ്കറിൻ്റെ ചെറുപ്പം അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ അഷ്കറിൻ്റെ അമ്മ, അങ്ങനെ 2 കാലഘട്ടത്തിലും അങ്ങനെ ദേവൻ ചേട്ടൻ പോലുള്ള ഒരു വലിയ സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. പിന്നെ അങ്ങനെ എല്ലാവരും ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. നന്ദേശ്വർ ചേട്ടൻ, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ കൂടെ. പിന്നെ ഇത് ഞങ്ങളുടെ AD ആയിരുന്നു ആശാ വാസുദേവൻ. 2 ആശ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകും. അപ്പം ഞാൻ ആശയെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഞങ്ങൾക്ക് ഒപ്പം നിന്ന് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിന്ന് സഹകരിച്ച ഒരാളാണ്. ഞാൻ ആശയിലേക്ക് കൈമാറുന്നു. ഈ സിനിമ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള എല്ലാ പ്രാർത്ഥനയും, ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പ്രൊമോഷൻസും എൻ്റെ ഏറ്റവും അധികം സപ്പോർട്ടും എല്ലാത്തിനും ഞാൻ കൂടെ കാണും. എൻ്റെ ഫാമിലിയാണിത്. അപ്പം എല്ലാവരോടും നന്ദി പറയുന്നു. ആശയിലേക്ക് കൊടുക്കും. നമസ്കാരം. ശരിക്കും പറഞ്ഞ ഈ സിനിമയുടെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റിലാണ് ഞാൻ ഈ സിനിമയിലെ എൻ്റെ എൻട്രി. സാറിനറിയാം, കാരണം ഇതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഞാൻ ജോയിൻ ആയിരുന്നത്. അതിനുശേഷം ഈ സിനിമ വല്ലാത്തൊരു ക്രൈസിസ് ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയെപ്പറ്റി സിനിമ നിന്ന് പോയിട്ട് ആഫ്റ്റർ ദാറ്റ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ മെമ്മറീസിൽ ഫോൺ മെമ്മറി ഫില്ലായപ്പോഴത്തേക്കും കുറേ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തപ്പോൾ ഈ ഇനിയും എന്നെടുത്ത സിനിമയുടെ കുറേ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ സുധീർ സാറിനൊരു മെസ്സേജ് അയച്ചു. സാർ, നിങ്ങൾ ഈ സിനിമ ചെയ്യണം, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണം നിങ്ങൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അതിനുശേഷം സാർ എന്നെ വിളിച്ചു, പുതിയ ടീം സെറ്റായിട്ടുണ്ട്, മാസ്റ്റേഴ്സ് പങ്കെടുക്കണം, എന്നും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നേ വരെ അവിടെ നിന്ന് കിട്ടി എനിക്കൊരു ഫാമിലിയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സിനിമ തീരുമ്പോൾ തീരുന്ന ഫാമിലിയല്ല, അതിനപ്പുറം
ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സുധീർ സാറിനെ വിളിച്ച് പിന്നെ ഞാൻ സുധീർ ഏട്ടാന്ന് സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ അദ്ദേഹത്തെ കാണുന്നത്. ഒപ്പം എൻ്റെ ഡയറക്ടറിയൽ പ്ലേസിൽ തന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവ സാറ് എനിക്ക് വലിയൊരു സ്കൂളാണ്. നിന്ന നിപ്പിൽ നിന്ന പ്ലേസിൽ ഇരുന്നും കൊണ്ട് മൊമെന്റിൽ ഒരു ഷോട്ടൊക്കെ എഴുതുക, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ മാറ്റിമറിക്കുക, കഥാസന്ദർഭങ്ങൾ മാറ്റിമറിക്കുക, അതെങ്ങനെ ചെയ്യണം, എങ്ങനെ ഷോട്ട് ഡിവൈഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാനെന്നും എന്താ പറയുക, എൻ്റെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്താണ് അദ്ദേഹത്തെ കാണുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ടാലൻറ്റഡ് ആണ്. എസ്പെഷ്യലി സനീഷ്, പാർത്ഥിബ് ഒക്കെ, പിന്നെ കുട്ടി പുതുമുഖങ്ങളൊക്കെയാണ്, ഡാലിയ പുതുമുഖങ്ങളൊക്കെ ആണെങ്കിൽ ശരി തന്നെ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു. അതുമാത്രമല്ല, നമ്മളൊരു ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന പ്ലേസിൽ നിന്നും കൂടി നമുക്കൊരു കാര്യം പറഞ്ഞു തന്നാൽ അതിനെ വളരെ മനോഹരമായിട്ട് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ അവർ വളരെ ഈഗർലി ദേ ആർ ഡൂയിങ് ദാറ്റ്. സോ ഐ എം റിയലി ഹാപ്പി ടു ജോയിൻ ദിസ് ഫാമിലി. പിന്നെ നമ്മുടെ ബൈജുക്കുട്ടൻ എന്താകും, നമ്മുടെ സമയം പോകും നമുക്കറിയില്ല. അത്രയ്ക്ക് നമ്മുടെ എല്ലാ ടെൻഷനും, കാരണം സുധീറേട്ടൻ്റെ ഓരോ ദിവസവും രാവിലെ വന്നിട്ടുള്ള മുഖം കാണുമ്പോൾ തന്നെ ആകെ സങ്കടമാണ്. കാരണം പുള്ളിയുടെ സാമ്പത്തിക പ്രതിസന്ധിയും പുള്ളി അത്രത്തോളം അങ്ങേയറ്റം പോയി. അതിനെയൊക്കെ അങ്ങനെ ആ വിഷമങ്ങളും എല്ലാം നമ്മൾ ഇന്ന് ഓവർകം ചെയ്യാനായിട്ട് സത്യം പറഞ്ഞ ബൈജുക്കുട്ടൻ വളരെ ഞങ്ങളെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. വളരെ നന്ദി പറയണം. പിന്നെ ഇതിൻ്റെ ജിതിൻ, കൊറിയോഗ്രാഫർ ജിതിൻ, ഞങ്ങളോട് എല്ലാവരും, എല്ലാ കനകൻ, എന്തി അദ്ദേഹം, നമ്മുടെ ക്യാമറമാൻ കനകൻ, എന്നെ അസോസിയേറ്റിന് പിന്നെ ജയരാജ്, എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നന്ദി. ഇത് വലിയൊരു വിജയമാകട്ടെ, വിജയമാകും എന്ന് ഞാൻ വളരെ ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയും എന്ന സിനിമ എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തു. നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഇത് കുറച്ച് ത്യാഗം സഹിച്ചാണെങ്കിലും പൂർത്തിയാക്കാൻ പറ്റിയതും എല്ലാം ഒരു ഭാഗ്യമായിട്ട് ഇവിടം വരെ ഫസ്റ്റ് കോപ്പി സെൻസറിന് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇരുപത് കഴിഞ്ഞാൽ നല്ലൊരു ദിവസം നോക്കിയത് റിലീസിൽ കൊണ്ടുപോകും. ഇനിയും ടീമിന് എല്ലാവർക്കും എൻ്റെ വിധ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഈ പടം നല്ല രീതിയിൽ വിജയിക്കട്ടെ, ജനങ്ങൾ അംഗീകരിക്കട്ടെ, ദൈവം തമ്പുരാനോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഈ സായം സന്ധ്യ തീർച്ചയായും ആരെന്തൊക്കെ തന്നെ ഇവിടെ പറഞ്ഞാലും ഒരു നല്ല ശുഭമുഹൂർത്തമാണ്. എൻ്റെ സുഹൃത്ത് ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള സുധീർജി പറഞ്ഞു, ശ്രീ ഗുരുവായൂരപ്പൻ ആണ് എൻ്റെ എല്ലാം. എന്തിനധികം അത് കേട്ടപ്പോൾ ജാതി മത ഭേദമന്യേ സർവ ഗുണങ്ങളുള്ള വൈകുണ്ഠനാഥൻ ഇതിൻ്റെ പിന്നിലുണ്ട്. പേടിക്കണ്ട, ഒരു തർക്കവുമില്ല. ഈ സിനിമ ഏത് സിനിമയായാലും ശരി, അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവും. സാമ്പത്തികം വിഷയം തന്നെയാണ്. എങ്കിലും അതെല്ലാം തരണം ചെയ്ത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിയല്ലോ. നമുക്കിനിയും ഇനിയും 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 ഉയരങ്ങളിലെത്താനാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ സാംസ്കാരിക കേന്ദ്രം. ആ സാംസ്കാരിക കേന്ദ്രത്തിൽ ഒരു അധപതനം ഉണ്ടാകാൻ പാടില്ല. അത് ഇനിയും ഇനിയും ഉയരങ്ങളിലെത്തണം. അതുപോലെ തന്നെ ഗുരുവായൂര്, ശ്രീ ഗുരുവായൂരപ്പൻ്റെ പേര് കൂടി ഇതിൽ വന്നതുകൊണ്ട് തീർച്ചയായും ഇനിയും 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 ഉയരങ്ങളിലെത്തട്ടെ. സർവശക്തനായ ശ്രീ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ ജീവ, ഈ കുടുംബത്തിലെല്ലാവരും, ഈ ഇനിയും എന്നുള്ള സിനിമയുടെ ഈ കുടുംബത്തിലെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരു കുടുംബമാണ്, അതിൽ തർക്കമില്ല. എല്ലാവരും അതിനുവേണ്ടി യത്നിച്ചവര്, എല്ലാ പല രീതിയിലുള്ള സഹിഷ്ണുതകളൊക്കെ സഹിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും. ഇതൊരു വലിയ അസുലഭ മുഹൂർത്തമാണ്. ഇതൊരു ഫാമിലിയാണ്. ഈ സുധീർ മാത്രമല്ല, എല്ലാവരും, ഞാൻ ഓരോരുത്തരെയും എടുത്തു പറയുന്നില്ല. ഇപ്പോൾ ആശാനായർ 3 പിന്നെ സീരിയലില് അല്ലേ ഇപ്പൊ ഈ സമയത്ത് ഓടുന്നു.
അങ്ങനെ എല്ലാവർക്കും ഒരു ഭാഗ്യത്തിന്റെ വെള്ളി വെളിച്ചം തന്ന സുധീർജിക്കും ഈ സ്ഥാപനത്തിനും നന്മ മാത്രം വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ ഓഡിയോ ലോഞ്ചിങ് വളരെ ഭംഗിയായി. അപ്പോൾ ഇതിന് മാറ്റുകൂട്ടാൻ വന്ന, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇനി എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വളരെയധികം ആക്റ്റീവ് ആവണം. നമ്മുടെ ടെക്നീഷ്യന്മാരും സുഹൃത്തുക്കളും എല്ലാവരും ഇതൊരു വിജയത്തിലെത്തിക്കാൻ വേണ്ടി എല്ലാവരുടെ സപ്പോർട്ടും വേണം ഞങ്ങൾക്ക് എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം.